അപ്പോൾ നമ്മളിന്ന് മാങ്ങ കൊണ്ടൊരു വെറൈറ്റി മുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ 3 പഴുത്ത മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് തൊലി ചെത്തി നല്ല വൃത്തിക്ക് കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കുകയാണ്. പേസ്റ്റ് രൂപത്തിൽ ഈ ഒരു രൂപത്തിൽ നമ്മൾ അരച്ചെടുത്തു. അതിലേക്ക് നമുക്കിനി ആവശ്യാനുസരണം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജീരകം എന്നിവയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് മുറുക്കുണ്ടാക്കാനായിട്ട് നമ്മൾ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അരിപ്പൊടി നമ്മളൊരു ബൗളിനകത്ത് എടുത്തിട്ട് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഒരുപാട് ലൂസാകാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മളിത് കുഴച്ചെടുത്തിട്ട് നമുക്ക് സേവനാഴിയിലേക്ക് ഇത് മാറ്റാം. സേവനാഴിയിലേക്ക് നിറച്ചെടുത്ത് നമ്മൾ തിളച്ചെണ്ണയിലേക്ക് ചുറ്റിയിട്ട് കൊടുക്കുക. ഒരുപാട് ചുറ്റിയിട്ട് കൊടുക്കണ്ട, കാരണം ഇത് വേകാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് ചുറ്റിയിട്ട് കൊടുത്തിരുന്നത്. നമുക്കിത് തിരിച്ചൊക്കെ ഇട്ട് നമുക്കിതിനകം വേഗത്തക്ക രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങാമുറുക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കട്ടൻ ചായയും മാങ്ങാമുറുക്കും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.